കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും, നമ്മളൊക്കെ മഹാഭാരതവും രാമായണവും ഒക്കെ വായിച്ചിട്ടുണ്ട്. ഈ രാമായണത്തിലും മഹാഭാരതത്തിലും ഇതിഹാസങ്ങളിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കല്യാണം ജാതകം നോക്കി നടന്നിട്ടുണ്ടോ? നേരെ വീട്ടുകാരിന്ന് പരസ്പരം ആലോചിച്ച് ജാതകം കൈമാറ്റി നടന്നിട്ടുണ്ടോ? എല്ലാം തട്ടിക്കൊണ്ടുപോകലും സ്വയംവരം ഒക്കെ തന്നെയുള്ളൂ. ഈ പുരാണങ്ങൾ നടന്നിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു കല്യാണം ജാതകം നോക്കി നടന്നിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ സമയമുണ്ട്. ഇത് അൾട്ടിമേറ്റ് അല്ല, ഇത് 100% അത്യാവശ്യമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്നും അതെ, ഇത് ഒരു മനുഷ്യ ജീവിതത്തിൽ 100% ഇത് ഒഴിവാക്കിക്കൊണ്ട് ഇതില്ലാതെ ജീവിക്കും അതിൻ്റെ ആവശ്യമില്ല. അവിടെയുള്ള പിന്നീട് കാലങ്ങളിലേക്ക് പുരോഗമിച്ച് വന്നപ്പോൾ വരാഹമിഹിരനൊക്കെ ശേഷം ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുന്ന സാധ്യതകളെ, ഈ ഒബ്സർവേഷനിൽ കൂടെ എത്തിയ നിഗമനങ്ങളെ സാധ്യതകളാക്കി ഉപയോഗിക്കാൻ കഴിയില്ലേ എന്ന ചിന്തയിൽ നിന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഞാനൊരു വലിയ സത്യം നിങ്ങളുടെ അടുത്ത് പറയാം. എൻ്റെ ഭാര്യയ്ക്ക് ചൊവ്വാദോഷമുണ്ട്, എനിക്ക് ചൊവ്വാദോഷം ഇല്ല. എൻ്റെ ഭാര്യയുടെ 8-ൽ ചൊവ്വയുണ്ട്. എൻ്റേത് ജാതകപ്രകാരം ശുദ്ധ ജാതകവുമാണ്. ഇതിൻ്റെ അർത്ഥം ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാത്തൊരു കാര്യം ഇവിടെ നിന്ന് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളൊരു വലിയ കള്ളനല്ലേ എന്ന ഒരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവും. അതിനെൻ്റെ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. അതായത് 100% അത്യാവശ്യമുള്ളൊരു കാര്യമൊന്നും അല്ല ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ നാട് നീളെയുള്ള ജ്യോത്സ്യന്മാരെ എനിക്ക് വിശ്വാസവുമില്ല, ഞാനതിനെ 100% എതിർക്കുകയും ചെയ്യുന്നു.